എക്സിറ്റ് പോൾ ഫലങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അമ്പയെ പരാജയപ്പെട്ടപ്പോൾ ഒരാൾ നടത്തിയ പ്രവചനം അത്ഭുതത്തോടെ വീണ്ടും കേൾക്കുകയാണ് മലയാളികൾ. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജി ഗോപകുമാറാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഫലം കൃത്യമായി പ്രവചിച്ച് താരമായി തിളങ്ങുന്നത്. കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്നും തൃശൂരിലാണ് BJPക്ക് ജയസാധ്യതയെന്നും കേന്ദ്രത്തിൽ BJP സഖ്യം 300-നടുത്തേ വരൂ എന്നും കൃത്യമായി പ്രവചിക്കുകയായിരുന്നു ഗോപകുമാർ. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് ഒരാഴ്ച മുമ്പായിരുന്നു കലാകൗമുദി ഓൺലൈനിന് നൽകിയ എക്സ്ക്ലൂസീവ് കൂടിക്കാഴ്ചയിൽ ഗോപകുമാർ ഇക്കാര്യം പ്രവചിച്ചത്. 40 വർഷത്തോളം തിരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിയ അനുഭവവും സൂക്ഷ്മ നിരീക്ഷണവുമായിരുന്നു പ്രവചനത്തിന് ആധാരം. കേരളത്തിൽ UDFന് 17 സീറ്റാണ് അദ്ദേഹം പറഞ്ഞത്. LDFന് 2ഉം BJPക്ക് 1 സീറ്റുകൾ അദ്ദേഹം പ്രവചിച്ചു. CPMന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളായ KK ശൈലജ, A വിജയരാഘവൻ, തോമസ് ഐസക് എന്നിവർ തോൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ 3ാമതാകും എന്ന് പറഞ്ഞതും തെറ്റിയില്ല. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് ജോസ് കെ മാണിയുടെ ഭാവി ഭീഷണി നേരിടുമെന്ന് പറഞ്ഞതും അക്ഷരം പ്രതി നേരായി. തൃശൂരിൽ 5 വർഷമായി തമ്പടിച്ച് ജനങ്ങളോടൊപ്പം കഴിയുന്ന സുരേഷ് ഗോപിക്കാണ് ജയസാധ്യതയെന്നായിരുന്നു ഗോപകുമാറിന്റെ നിരീക്ഷണം. ഭരണവിരുദ്ധ വികാരവും CPMന്റെ ചെയ്തികളും LDFനെ ഏറെ പിന്നിലാക്കുമെന്ന് പറഞ്ഞ ഗോപകുമാർ മാവേലിക്കര, ആലത്തൂർ, കണ്ണൂർ സീറ്റുകളിലാണ് ഇടതിന് അല്പമെങ്കിലും സാധ്യതയെന്നും ഉറപ്പിച്ചു പറഞ്ഞു. കേന്ദ്രത്തിൽ 400 സീറ്റ് എന്ന BJPയുടെ പ്രചാരണം അതിമോഹമാണെന്ന് പ്രവചിച്ച ഗോപകുമാർ കേവല ഭൂരിപക്ഷത്തിനടുത്ത് BJP എത്തുമെന്ന് മാത്രമാണ് വ്യക്തമാക്കിയത്. അപ്പോൾ LDF, UDF, BJPയുടെ മുന്നിൽ ND. അപ്പോൾ ഈ മൂന്ന് മുന്നണികൾക്ക് സീറ്റ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 20 സീറ്റിൽ എത്ര UDFന് കിട്ടാൻ സാധ്യതയുണ്ട്? UDFന് തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു 17 സീറ്റ് വരെ കിട്ടാമെന്നാണ്. LDFന് ഒരു 2 സീറ്റും ഒരു പക്ഷേ BJPക്ക് തൃശ്ശൂർ സീറ്റും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ 17-2-1 എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാം. എന്തായാലും UDFന് നല്ല മുൻതൂക്കമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. UDF സർക്കിൾസ് 20-ൽ 20 പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാകുമെന്ന് സംശയമാണ്. എന്തായാലും ഇങ്ങനെ ഒരു 85% സീറ്റുകൾ UDFന് കിട്ടാനുള്ള സാധ്യതയും ഒരു 10% അങ്ങനെ 17-2-1 ആ നിലയ്ക്ക് ആകാനാണ് സാധ്യത. അപ്പോൾ സാറ് 17 സീറ്റ് പറയുന്നു. സാറിന്റെ കണക്കുകളിൽ 17 മണ്ഡലങ്ങൾ ഏതൊക്കെ ആയിരിക്കാനാണ് സാധ്യത? അല്ല, ഏതൊക്കെ അല്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ പിന്നെ LDFന് പ്രതീക്ഷ വയ്ക്കാവുന്ന മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ആലത്തൂറുണ്ട്, പിന്നെ തീർച്ചയായിട്ടും കണ്ണൂറുണ്ട്, മാവേലിക്കരയുണ്ട്. അപ്പോൾ ഇതിൽ മാവേലിക്കരയാണോ കണ്ണൂരിലാണോ മാറ്റം വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം LDFന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആലത്തൂർ പരമ്പരാഗതമായ ഇടതുപക്ഷ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ വന്ന വലിയ ഒഴുക്കിൽ അത് സംഭവിച്ചു. ഇത്തവണ അങ്ങനെ ഒരു ഒഴുക്കില്ല. ആ ഒഴുക്കില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ വികാരം ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ എത്രത്തോളം മാറ്റാൻ കഴിയുമെന്നുള്ള തോന്നലാണ്. പക്ഷേ രാധാകൃഷ്ണൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പീൽ വലുതാണ്. ഇപ്പോൾ രമ്യ ഹരിദാസന് രമ്യയ്ക്കുള്ള പ്രശ്നം, ഞാൻ രമ്യ കഴിഞ്ഞ തവണ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. വലിയ നന്നായിട്ട് പാർലമെൻറ്റിൽ പെർഫോം ചെയ്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തരംഗം UDFന് അത്രയും ശക്തമല്ലാത്തത് കൊണ്ട് ആലത്തൂർ പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലമായതുകൊണ്ട് അത് LDFന് വരാൻ സാധ്യതയുണ്ട്. മാവേലിക്കര സ്ഥാനാർത്ഥി ഒരുപാട് തവണ മത്സരിച്ചത് 9ാം തവണയാണ് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ. അതേസമയം LDFൻ്റെ സ്ഥാനാർത്ഥി ആകട്ടെ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനാണ്. ജനങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാവേലിക്കരയിലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ണൂരിനെ കുറിച്ചും ആൾക്കാർ പറയുന്നുണ്ട്. പോളിംഗ് താരതമ്യേന ഉത്തര മലബാറിൽ പോളിംഗ് വർദ്ധിച്ചു. പക്ഷേ സുധാകരനെതിരെ ആക്ഷേപങ്ങൾ ഒരുപാടുണ്ട്. ആക്ഷേപങ്ങൾ സ്വന്തം പാർട്ടിക്കാരുടെ ഉണ്ട്, മറ്റുള്ളവരുടെ ഉണ്ട്. പ്രത്യേകിച്ച് സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ BJP പോകും എന്ന് ആരോട് ഞാൻ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉത്തര മലബാറിലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അവിടെ BJP എന്ന് പറയുന്നതിനെതിരെ ഐഡിയോളജിക്കലായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്, എതിർപ്പുണ്ട്. അതേപോലെ BJP ഒരു ഹിന്ദു ബേസ്ഡ് പാർട്ടി ആയതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ന്യൂനപക്ഷം സുധാകരനെ സഹായിച്ചു എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. അപ്പോൾ സാറിന്റെ കണക്കൂട്ടലിൽ തെക്ക് നിന്ന് മാവേലിക്കര, പിന്നീട് പാലക്കാട്, ആലത്തൂര്, അത് മൂന്ന് മണ്ഡലങ്ങൾ. മലബാറിൽ കണ്ണൂർ, ആലത്തൂർ. അത് ആലത്തൂർ തന്നെ ഒരു കിഴക്കൻ മലബാർ എന്ന് പറയാം. പിന്നെ മാവേലിക്കര, തെക്കുള്ള മാവേലിക്കര. ഇത് മൂന്നുമാണ് LDFനായിട്ട് സാർ പരമാവധി വരാൻ പോകുന്നത്. ശേഷിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത്
പിന്നെ തൃശ്ശൂര് BJP കിട്ടുകയും ചെയ്യും. അതെ. അതിനുശേഷമുള്ള 16 മണ്ഡലങ്ങളാണ് UDF സാധ്യതയായിട്ട് സാർ കണക്കിലെടുക്കുന്നത്. അതെ